ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻഡിട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു വ്ളോഗാണ്. ഇതുവരെ നമ്മുടെ ചാനലിൽ വ്ളോഗ് ഇട്ടില്ല. ഞാൻ ഇടണമെന്ന് പ്രതീക്ഷിച്ചതല്ല. ഇന്ന് വ്ളോഗ് ഇടാൻ കാരണം നമ്മളിന്ന് വയലിലാണുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഇഷ്ടം പോലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 113ാമത്തെ വീഡിയോ ആണ്. നമുക്ക് ആകെയുള്ളത് എത്ര 86 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ 113 വീഡിയോ ഇട്ടിട്ട് 87 സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനലും എൻ്റെ ഒരു അറിവിലില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല, നല്ല നല്ല കണ്ടൻസാണ് ഇടുന്നത്. അധികം തറയാക്കിയൊന്നും ഇടുന്നില്ല. അത്യാവശ്യം അധികം ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസാണ് നമ്മൾ ഇടുന്നത്. പക്ഷെ നമുക്കധികം സബ്സ്ക്രൈബേഴ്സും ഇല്ല, ആരും കാണുന്നില്ല. അതിന് മെയിനായിട്ടുള്ള പ്രശ്നം വരുന്നത് കാണുന്നവർ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാണുന്നവർ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ഈ കഷ്ടപ്പാടിനൊന്ന് ഷെയർ ചെയ്യുക. കാരണം പല യൂട്യൂബ് ചാനൽസും ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുക്കുന്ന മൊത്തം 4K-ലാണ്. നിങ്ങൾ പല മില്യൺസ് ഓഫ് ഇതുള്ള ചാനലായാലും നിങ്ങൾക്ക് 4K വീഡിയോ പല ചാനൽസിലും ഇല്ല. ചാനൽസ് ഏതാണെന്ന് ഞാൻ പറയില്ല. പല ചാനലുകളിലും ഇല്ല, തീരെ കുറവാണ് ചാനൽസ്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് 4K തന്നെ വീഡിയോ കൊണ്ട് തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ തീരെ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുമ്പോൾ അത്രയും കഷ്ടപ്പെട്ട് കണ്ടൻറ്റ് കണ്ടുപിടിക്കും. നിങ്ങൾ അതിൻ്റെ ഒരു ഇത് കാണിക്കാതിരിക്കരുത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക. ഇതെന്നല്ല, നമ്മളെ ഉപകാരപ്രദമായ മറ്റ് വീഡിയോസ്. അപ്പോൾ എനിക്കൊരു സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അധികം എല്ലാവരും ഈ വ്ളോഗ് ഈ ഒരു ടൈപ്പിലുള്ളതാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഇനി അതാണോ നിങ്ങൾക്ക് ഇഷ്ടം, നമ്മുടെ ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണ്ടുണ്ടോ എന്ന് അറിയാണ്ടാണ് ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ വയലൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ വയൽ പറയുന്നത്. ഈ വയൽ ഇതാ അവിടെ അത്ര വരെയാണ് നമ്മുടെ സ്ഥലമുള്ളത്. ഇവിടുന്ന് കുറച്ച് അങ്ങ് അത്ര വരെ, പിന്നെ അങ്ങും ഉണ്ട് കേട്ടോ. അങ്ങുന്ന് കുറേ ഇങ്ങോട്ട് വരെ സ്ഥലമുണ്ട്. അപ്പം ഇതാണ് വയൽ. ആപ്പനെ കണ്ടാട്ടെ നിങ്ങൾ. ആപ്പൻ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആപ്പൻ്റെ ഒപ്പം വന്നതാ. അപ്പോൾ ഒന്ന് മുഖം കാണിക്കേ. ഒറ്റ ഞാൻ ജസ്റ്റ് ആപ്പൻ്റെ മുഖം കാണിച്ചു തരാം. ഇതാണ് ആപ്പൻ. ഫുള്ളായിട്ട് മുഖം കാണിക്കുന്നില്ല. ആപ്പൻ താല്പര്യപ്പെടുന്നില്ല അല്ലേ? അപ്പം താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, പിന്നെ എന്താ പറയുക, അതാണ് ഞാൻ പറയാനുള്ളത്. അപ്പോൾ വയൽ ഇവിടെ ഇങ്ങനെയാണ് ഉള്ളത്. മൊത്തം കാട് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക. കുറച്ച് നല്ലപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചാനൽസ് കാണാൻ പറ്റും. നിങ്ങൾ പല ചാനൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അധികം ഉപകാരപ്രദമല്ലാത്ത വീഡിയോസ് ഉണ്ടാവും. പക്ഷെ അതൊരു ഫണ്ണി ടൈപ്പ് ആയിരിക്കും. അതിന് ഇഷ്ടംപോലെ വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ അത്യാവശ്യമായ കാര്യങ്ങളുള്ള ചാനൽസ് ആണ് നമ്മുടെതെന്ന് പറയുന്നത്. അത്യാവശ്യമായ കണ്ടൻറ് ഉള്ളതാണ്. പക്ഷേ അത് ആരും അറിയുന്നില്ല, ഇങ്ങനൊരു ഇതുണ്ടെന്ന് അറിയുന്നില്ല. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ഒന്ന് അറിയിക്കുക. അതിനാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറയുന്നത്. പരമാവധി അറിയിക്കുക എങ്ങനെയാണ് ഇങ്ങനെ ഒരു ചാനലുണ്ട് എന്നുള്ളത്. കാരണം ഇത്രയും 113ാമത്തെ വീഡിയോ, ഇത്രയും വീഡിയോസ് വന്നിട്ട് ആകെ 87-88 സബ്സ്ക്രൈബർ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ തീരെ ഒരു സക്സസ് ഇല്ലാത്തതിന് നമുക്കൊരു സങ്കടമാണ്, എന്തുകൊണ്ടാണ് എന്നുള്ള വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടുന്ന് തന്നെ 2 വീഡിയോസ് വരുന്നുണ്ട്. ഇവിടെ ഫുള്ളല്ല, ഇൻട്രോസ് 2 വീഡിയോ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അപ്പുറം കാണിച്ചു തരാം. ജസ്റ്റ് ഓക്കെ, വേണ്ട. ഓക്കെ, അപ്പോൾ മുഖം കാണിച്ചു. അപ്പോൾ ജസ്റ്റ് നിർത്തട്ടെ എന്നാൽ. ഓക്കെ, അപ്പോൾ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്യുക. നമുക്കൊരു മടുപ്പ് വരുന്നു ഇങ്ങനെ ചെയ്യുമ്പം. ഒരു സപ്പോർട്ടും ഇല്ലാത്തൊരു മടുപ്പ് വരുന്നു. അപ്പോൾ ലൈവ് വരുന്നുണ്ട്. ലൈവ് ഓക്കെ 13-ാം തീയതി പറ്റുവാണെങ്കിൽ ഞാൻ വരുന്നതാണ്. 13-ാം തീയതി ഒരു 13-ാം തീയതി ഉച്ചക്കൊരു 2 മണി ആ ഒരു ടൈം ആകുമ്പോൾ ഉച്ചക്ക് 2 മണി ഓക്കെ, വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ നമ്മൾ ലൈവ് വരാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് കയറുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ പറയാനുണ്ടെങ്കിലോ നമുക്ക് അവിടെ ലൈവിൽ പറയാവുന്നതാണ്. നിങ്ങൾ നാളെ 13 അല്ലേ? അപ്പോൾ 13-ാം തീയതി 4 മണിക്ക്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്. ഇതാണ് ഈ ബംഗക്കല്ല് എന്നൊക്കെ പറയുന്ന സംഭവം. അതിൻ്റെ ഔട്ടർ ലെയറാണ്. അതിൻ്റെ ഔട്ടർ ലെയറാണ് നിങ്ങൾ ഈ കാണുന്നത്. ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ.
ഓക്കെ, ഇതാണ് അതിൻ്റെ ഔട്ടർ ലെയർ. ഇതിപ്പം നല്ലൊരു പ്ലാസ്റ്റിക്കിൻ്റെ സർഫേസ് പോലെയാണ് ഉള്ളത് ഇതിൻ്റെ ഔട്ടർ ലെയർ.